നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പല ആളുകളും കറുത്ത ചരട് ധരിക്കാറുണ്ട്. അത് കയ്യിലാവട്ടെ, കാലിൽ അല്ലെങ്കിൽ കഴുത്തിൽ, അരയിൽ അല്ലെങ്കിൽ കൈമുട്ടിന് മുകളിൽ അങ്ങനെ പല സ്ഥാനങ്ങളിൽ ക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ച ചരട് അല്ലെങ്കിൽ പല രീതിയിലും ഇങ്ങനെ കറുത്ത ചരട് ധരിക്കാറുണ്ട്. ഇത് പലരും പല ഉദ്ദേശത്തോടെയാണ് ധരിക്കുന്നത്. അപ്പോൾ പലരും പല ഉദ്ദേശത്തോടെയാണ് ധരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചിലരാവട്ടെ അത് കണ്ണ് കിട്ടാതിരിക്കാൻ, അതായത് കറുത്ത ചരടാണ് മറ്റുള്ളവരുടെ കണ്ണ് ദൃഷ്ടി ഒരു നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് എത്താതിരിക്കാനായി കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചിലർ ധരിക്കുന്നുണ്ട്. ചിലരാകട്ടെ ജ്യോതിഷ പണ്ഡിതന്മാരുടെ സമീപത്ത് ചേർന്ന് അവരുടെ ഉപദേശം സ്വീകരിച്ച് അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം സ്വീകരിച്ചതിന് ശേഷം ഏത് ക്ഷേത്രത്തിലാണോ പോയി ജപിക്കാൻ പറയുന്നത് അവിടെ ചെന്ന് തിരുമേനിയെ സമീപിച്ചതിന് ശേഷം ഭഗവാന്റെ നടയിൽ നിന്ന് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടുന്ന ചരട് ശരീരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള ഭാഗത്ത് ധരിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ ചിലരാകട്ടെ അതൊരു സ്റ്റൈലിൻ്റെ ഭാഗമായിട്ട് കാലുകളിലൊക്കെ ധരിക്കാറും ഉണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ അത് നമുക്ക് ധരിക്കാമോ ധരിക്കാൻ പാടില്ലേ എന്നൊന്നും ആരും ചിന്തിക്കുന്നതുമില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയാണ്. ജ്യോതിഷശാസ്ത്രപ്രകാരം ചില നാളുകാർ ഇത് ഇങ്ങനെ കറുത്ത ചരട് ധരിക്കുവാൻ പാടുള്ളതല്ല. അവർക്ക് വേറെ കളറിലുള്ള വേറെ നിറത്തിലുള്ള ചരടുകളാണ് ധരിക്കുന്നത് ഉത്തമമായിട്ടുള്ളത്. അപ്പോൾ ഈ നാളുകാർ ഇത്തരം ചരട് ധരിച്ചാൽ ദോഷഫലമാണ് ഉണ്ടാകുന്നത്. അതായത് കറുപ്പ് ചരട് ധരിച്ചാൽ അത് ഗുണത്തിന് വിപരീതമായി എന്താണ് ഉണ്ടാകുന്നത്? ദോഷഫലമാണ് ഉണ്ടാകുന്നത്. അതുപോലെ ചിലർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് വളരെ ഉത്തമവുമായിട്ടുള്ള ഗുണങ്ങളും നൽകും. ചിലർക്ക് ദോഷമാണെങ്കിൽ ചിലർക്കത് വളരെ ഉത്തമമായ ഗുണങ്ങളാണ് നൽകുന്നത്. അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് കറുത്ത ചരട് ധരിക്കുന്നത് കൊണ്ട് ശുഭകരവും അശുഭകരവുമാകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം മേടം രാശിയിലാണ്. മേടം രാശിയിൽ പെടുന്ന നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം എന്നിവർ ഈ ചരട് ധരിക്കുന്നത് ഉത്തമം അല്ല. അതായത് കറുത്ത ചരട് അത് നമ്മൾ എന്തിനു വേണ്ടിയാണോ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി ജപിച്ച് കെട്ടുന്നവരുണ്ട് ഇത്ര ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരു സ്റ്റൈലിനായിട്ട് ചരട് ജപിച്ച് കെട്ടുന്നവരുണ്ട്. ഇങ്ങനെയുള്ളവരൊന്നും കറുത്ത ചരട് കെട്ടുന്നത് ഗുണകരമായ ഫലങ്ങളല്ല നിങ്ങൾക്ക് നൽകുന്നത്. ഇവർക്ക് കറുത്ത ചരട് ദോഷമാണ് വരുത്തുന്നത്. അപ്പോൾ എന്തു തരത്തിലുള്ള ദോഷമെന്ന് ചോദിച്ചാൽ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യവും സങ്കടവും ഒഴിഞ്ഞു പോകില്ലെന്ന ഫലമാണ് കറുത്ത ചരട് ഇവർ ധരിച്ചാൽ ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാശിയുടെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. അപ്പോൾ ചുവപ്പിൻ്റെ വിപരീത ഫലമാണ് കറുപ്പ്. അതിനാൽ കറുപ്പ് ധരിക്കുന്നത് വിപരീത ഫലമാണ് നൽകുന്നത്. അതായത് നമ്മൾ എന്ത് കാര്യത്തിനാണോ നല്ലതിന് വരാൻ ചെയ്യുന്നത് ദോഷമായി ഭവിക്കുമെന്ന് സാരം. ഇവർക്ക് ചൊവ്വാപ്രീതി ലഭിക്കുകയില്ല. ദാരിദ്ര്യവും ദുഃഖവും നാശവുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ കറുപ്പിന് പകരം ചെയ്യേണ്ടത് ചുമന്ന ചരട് ദേവീക്ഷേത്രത്തിൽ പൂജിച്ച് പൗർണമി ദിവസം ധരിക്കാവുന്നതാണ്. അത് വേദാവിധി തിരുമേനി ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനി പൂജിച്ച് അത് അദ്ദേഹത്തിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ നടത്തി പൂജിച്ച് തരുന്നതാണ്. ആ ചരട്, അതായത് ചുമന്ന ചരട് ധരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറെ ശുഭകരമായിട്ടുള്ളത്. അതുപോലെ തന്നെ വൃശ്ചികം രാശിയിലെ വിശാഖം അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നാളുകാർക്കും കറുത്ത ചരട് അണിയുന്നത് ദോഷം വരുത്തും. അപ്പോൾ നമ്മൾ എന്തിനു ഭാഗ്യം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് വിപരീതം ഫലമാണ് തരുന്നതെങ്കിൽ ജീവിതത്തിൽ നാശവും വിഷമവും ദുഃഖവും ഉണ്ടെങ്കിൽ എന്താണ് ഏറ്റവും വിഷമകരമായ അനുഭവമായിരിക്കും എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചരട് കെട്ടാൻ ആഗ്രഹമുണ്ട്, എല്ലാവരും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ജപിച്ച് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചുമന്ന ചരടാണ് നിങ്ങൾ ധരിക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ചരട് വാങ്ങി ധരിച്ചു കഴിഞ്ഞാൽ ഫലം ലഭിക്കുകയുമില്ല, അതിന് വിപരീതമായിട്ടുള്ള ദോഷഫലങ്ങളായിരിക്കും ലഭിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇതേ സമയം കുംഭൻ രാശിയിൽ വരുന്ന അവിട്ടം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് നല്ലതുമാണ്. അതായത് ഞാൻ പറഞ്ഞത് ചില നക്ഷത്രക്കാർക്ക് നല്ലതല്ലെങ്കിൽ ചില നക്ഷത്രക്കാർക്ക് കറുത്ത ചരട് ധരിക്കുന്നത് വളരെ ശുഭകരമായ അനുഭവങ്ങൾ അല്ലെങ്കിൽ ഗുണാനുഭവങ്ങൾ നൽകുന്നതാണ്. അതുപോലെ തന്നെ തുലാം രാശിയിൽ വരുന്ന ചിത്തിര, ചോതി, വിശാഖം നാളുകാർക്കും കറുത്ത ചരട് ധരിക്കുന്നത് വളരെ ഗുണകരമായ അനുഭവങ്ങൾ നൽകുന്നതാണ്. ഇവർ കറുത്ത ചരട് ശിവക്ഷേത്രത്തിൽ പൂജിച്ചു വാങ്ങി ധരിക്കുന്നത് ഗുണം നൽകും. ഇത് മൂന്നാം പിറന്നാളിൽ ചെയ്താൽ വളരെ ഗുണകരമായ ഏറെ നല്ല അനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ രാവ് ആ ദിവസം ശിവക്ഷേത്രത്തിൽ നിന്ന് പൂജിച്ചു വാങ്ങി അണിയുന്നത് വളരെ ഗുണകരമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാനായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഏത്
ഒരു ചരട് നമ്മൾക്ക് ജപിച്ച് കെട്ടണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ അത് സ്റ്റൈലിന് വേണ്ടി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് ചില ആളുകളുണ്ട്, ഒരു ചരട്, കറുത്ത ഒരു ചരടാവട്ടെ, ചിലപ്പോൾ കറുപ്പും ചുവപ്പും എല്ലാം കൂടെ ചേർത്തും കൈകളിലും കാലിലും, കാലിൽ ചുവപ്പ് കെട്ടാറില്ലെങ്കിൽ കാലിലാകട്ടെ കറുപ്പും ഒക്കെ ധരിക്കാറുണ്ട്. അപ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ, എപ്പോൾ നോക്കിയാലും ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ദുഃഖങ്ങൾ, ജോലി ചെയ്യുന്നവരാകട്ടെ എന്ത് കാര്യത്തിനുള്ളവരാകട്ടെ ഒരു അലസത, ദുഃഖങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളിൽ നിന്നായിരിക്കും വലിയ വലിയ ദുഃഖങ്ങളിലേക്കും വിഷമങ്ങളിലേക്കുമൊക്കെ കാര്യമില്ലാത്ത കാരണങ്ങളിലേക്ക്, പ്രയാസങ്ങളിലേക്കുമൊക്കെ ഭാവിയെ നമ്മൾ തന്നെ കൊണ്ടു ചെന്നെത്തിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചരട് പൂജിച്ച് അണിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് സ്വയം ഇഷ്ടത്തോടെ ചെയ്യുകയല്ല. ക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനി സന്നിധിയിൽ സമർപ്പിച്ച് ഭഗവാന്റെ സന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷം മാത്രമേ അത് അണിയാൻ പാടുള്ളൂ. അപ്പോൾ ചുവന്ന ചരട്, അത് ചുമന്ന ചരടാണ് അണിയാൻ താല്പര്യമെങ്കിൽ അത് ദേവീക്ഷേത്രത്തിൽ അണിയാൻ താല്പര്യമെന്നല്ല, ചുമന്ന ചരട് അണിയേണ്ട നക്ഷത്രക്കാരുണ്ട്. ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ദേവീ സന്നിധിയിൽ ആ ചരട് പൂജാരിയുടെ സമീപം സമർപ്പിച്ച് അദ്ദേഹം മന്ത്രോച്ചാരണങ്ങൾ ചെയ്ത് അതിൽ അത്ര പവർ നൽകി അത് ശരീരത്തിൽ അണിയുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ സാധിക്കുകയും മറ്റും ചെയ്യുന്നത്. അതുപോലെ തന്നെ കറുത്ത ചരട് ധരിക്കേണ്ടവർ ശിവക്ഷേത്രത്തിൽ ചെന്ന് അത് ഭഗവാനിങ്കൽ സമർപ്പിച്ച് അത് പൂജിച്ചതിന് ശേഷം മാത്രം അണിയാനായി ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാതെ നമ്മളൊരു ആർഭാടത്തിനോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൈലിഷായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇങ്ങനെ ചരട് ജപിച്ച് കെട്ടുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രക്കാർ ഒഴികെയുള്ള നക്ഷത്രക്കാർക്ക് കറുപ്പ് ചരട് ജപിച്ച് കെട്ടുന്നതിന് ദോഷമുള്ളതല്ല. അപ്പോൾ ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് മാത്രമാണ് കറുത്ത ചരട് ശരീരത്തിൽ ധരിക്കുന്നത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം നമ്മളിലേക്ക് എത്താൻ വേണ്ടിയാണ്. അതായത് ചില ആളുകൾക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ പോയി ഭഗവാന്റെ അടുത്ത് അത് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ തിരുമേനിയുടെ അടുത്ത് പറയുമ്പോൾ തിരുമേനി അത് ജപിച്ച് നമ്മൾക്ക് ശരീരം വീണ്ടും ഒരു സൗഖ്യം ലഭിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇത് കറുത്ത ചരട് അണിയാൻ പാടില്ലാത്ത നക്ഷത്രക്കാരാണ് അത് അണിയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് ചെയ്തത് അതിന് നെഗറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാവുകയും എന്ത് ശരീരത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ടുകൾ വീണ്ടും വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ നക്ഷത്രക്കാർ കറുത്ത ചരട് അണിയാതിരിക്കാൻ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അത് ചുമന്ന ചരടാകുമ്പോൾ ദേവീക്ഷേത്രത്തിൽ ദേവിക്ക് ഏറ്റവും പ്രിയമുള്ളതാണ് ചുമന്ന ചരട്. അമ്മയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നതാണ് ചുമന്ന ചരട്. ദേവീക്ഷേത്രത്തിൽ ചെന്ന് തിരുമേനിയുടെ പക്കൽ അത് സമർപ്പിച്ച് അധികം പൂജാവിധികളോടുകൂടി ചെയ്തു തരുന്ന ആ ചരട് ശരീരത്തിൽ നമ്മൾ എന്ത് കാര്യം, ചില ആളുകൾക്കുണ്ട് ഭയങ്കര തലവേദനയുള്ള ആളുകളുണ്ട്, അവർക്കെല്ലാം ആ ചരടൊക്കെ ജപിച്ച് ഭഗവാനെങ്കിൽ സമർപ്പിച്ച് അത് കെട്ടുമ്പോൾ അത്ര ദിവസത്തിനുള്ളിൽ അത് മാറി. അത് അതുപോലെ തന്നെ തടസ്സം മാറാനോ അല്ലെങ്കിൽ എക്സാമിനൊക്കെ പോകുന്ന കുട്ടികൾ ഒരു ധൈര്യത്തിന്, അതായത് നമ്മൾ പഠിച്ചിട്ട് പോയാൽ തന്നെ വീണ്ടും ഒരു ഭഗവാന്റെ ഒരു ശക്തി നമ്മളിലേക്ക് ഒന്നുകൂടി എത്തി നമ്മൾക്ക് ഇരട്ടി പവർ കിട്ടാൻ വേണ്ടി ഇതുപോലെ ചരടുകൾ പൂജിച്ച് കെട്ടാറുണ്ട്. അപ്പോൾ അത് ഓരോ നിറമുണ്ട്, അതായത് നമ്മൾക്ക് അനുയോജ്യമായ നിറമല്ലാത്തത് കിട്ടുമ്പോൾ ഉദ്ദേശിച്ച ഫലം നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ കറുത്ത ചരട് കെട്ടേണ്ട നക്ഷത്രക്കാർ ശിവക്ഷേത്രത്തിൽ ചെന്ന് അത് പൂജിച്ച് വാങ്ങിച്ചതിന് ശേഷം അത് വേണം ശരീരത്തിൽ ധരിക്കാനായി. അതുപോലെ ചുമന്ന ചരട് ധരിക്കേണ്ടവർ ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് ഭഗവാനെങ്കിൽ സമർപ്പിച്ചതിന് ശേഷം അത് ധരിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ സാധാരണ എല്ലാവരും കയ്യിൽ കൂടുതലും കെട്ടാറുള്ളത് കറുപ്പാണ്. അപ്പോൾ ചുവപ്പാണോ കറുപ്പാണോ നമുക്ക് യോജിച്ചതെന്ന് തന്നെ ആരും ചിന്തിക്കാറില്ല. അപ്പോൾ ചിന്തിക്കാതെ ചെയ്തിട്ട് ഇത്ര ദിവസം അല്ലെങ്കിൽ 21 ദിവസം ഇത്ര കഴിയുമ്പോഴത്തേക്ക് എനിക്കൊരു ഫലവും കിട്ടിയില്ലെന്നും പറഞ്ഞത് ഊരിയെടുത്ത് എങ്ങോട്ടെങ്കിലും കളയാറാണ് പതിവ്. അപ്പോൾ അത് വഴിയിൽ എങ്ങും ഉപേക്ഷിക്കരുത്. ഇത്ര ദിവസം കഴിയുമ്പോൾ അത് ഒഴുക്ക് വെള്ളത്തിൽ വേണം ഉപേക്ഷിക്കാനായിട്ട്. അത് നമ്മൾ വഴിയിൽ ഉപേക്ഷിച്ച് അത് അലക്ഷ്യപ്പെടുമ്പോൾ അത് വീണ്ടും നമുക്ക് ദോഷമായി വരുന്നതാണ്. അത് എവർക്കും അറിയുന്നതാണ്, ആരും അങ്ങനെ വഴിയിൽ കളയില്ല എന്നും അറിയാം. അപ്പോൾ ഇതുകൂടി ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ചുവന്ന ചരട് കെട്ടേണ്ട നക്ഷത്രക്കാരുണ്ട്, അവർ മാത്രം ചുവന്ന ചരട് കെട്ടിയാലേ നമ്മൾ എന്തിനു വേണ്ടിയാണോ അത് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞത് അതിനുള്ള ഫലം ലഭിക്കുകയുള്ളൂ. അതുപോലെ കറുത്ത ചരട് കെട്ടേണ്ടവരാണ് അത് കെട്ടേണ്ടത്, എന്നാലേ അതിനുള്ള ഫലം അവർക്കും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഗുണകരമായെന്ന് വിശ്വസിക്കുന്നു. ചാനൽ പുതിയതായിട്ട് കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു, ഗുണപ്രദമായെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.